ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. നമുക്കറിയാം കുറെ അധികം ക്ലാസ്സുകളെല്ലാം ഈ മഴ അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ലീവ് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഇപ്പൊ ജില്ലാ കളക്ടറോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയമാണ്. ജില്ലാ കളക്ടർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് പ്രഖ്യാപിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ വളരെ 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 എങ്ങനെയാ പറയാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ, അങ്ങ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചാപ്റ്റർ ആണ്. ക്വാർട്ടർലി എക്സാമ്പിൾ ചറ പറ ക്വസ്റ്റ്യൻസ് എന്തായാലും ഇതിൽ നിന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ, നല്ലോണം പഠിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി എനർജി നല്ല പവർഫുൾ ആയിട്ട് എന്ത് ചെയ്യാ മക്കൾ ക്ലാസ്സിലിരിക്കുക. അപ്പൊ എല്ലാവരും ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആണെന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി ആണെങ്കിൽ എന്ത് ചെയ്യണം, വേഗം പോയിട്ട് തംസപ്പ് ഇട്ടിട്ട് റെഡി എന്ന് പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും എല്ലാവരും അതാ ആൾക്കാരെല്ലാം റെഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്ററിലേക്ക് പോവാം. യെസ്, വി ആർ ഡിസ്കസിംഗ് ദ സെക്കൻഡ് ചാപ്റ്റർ വിച്ച് ഈസ് നോൺ ആസ് ലെൻസസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതുപോലെ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമായിരിക്കും, ലെൻസസ്. പേര് മറക്കരുത്. ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ലെൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അഥവാ ലെൻസസ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്? അതെ, ലെൻസസിനെ കുറിച്ചാണ്. ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാപ്റ്ററിലൊക്കെ കയറുന്നതിന് മുന്നേ നമുക്ക് ആദ്യം പഠിക്കേണ്ടതാണ് റിഫ്രാക്ഷൻ എന്താ പഠിക്കണം. എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിൽ നിങ്ങൾ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എല്ലാം ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് റിഫ്രാക്ഷൻ? അപ്പൊ നമുക്ക് നോക്കാം എന്താ റിഫ്രാക്ഷൻ. അപ്പൊ എന്താ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈറ്റ്, നമുക്ക് ഏവർക്കും ഒരു ലൈറ്റിംഗ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അല്ലെ. ലൈറ്റിന്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാല് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന്, നമുക്ക് ഇങ്ങനെ ഒന്ന് വെറുതെ ഇവിടെ നിന്ന് വരച്ചിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഞാനിപ്പോ ലൈറ്റ് എടുത്ത് വിചാരിക്കും. ഓക്കെ, ഇതാണ് എന്റെ ലൈറ്റ്. ഞാനിവിടെ ഒരു സർഫസ് വരച്ച് അല്ലെങ്കിൽ ഒരു വര വരച്ച്. ഓക്കെ, ഇവിടെ ഒരു മീഡിയം ഉണ്ട്. ഇത് മീഡിയം 1, ഇത് വേറെ മീഡിയമാ അല്ലെ. നമുക്ക് പറയാം ഞാൻ എന്താക്കി, എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റിനെ കയറ്റാൻ പോവാണ്. ലൈറ്റിനെ ഞാൻ എയറിൽ നിന്ന് വാട്ടറിലേക്ക് അടിക്കാൻ പോകുന്നത്. അതായത് ഞാൻ ഇവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്ന വിചാരിക്കാൻ. ഓക്കെ, ഇവിടെ നിന്ന് ലൈറ്റ് ഞാൻ ട്യൂബ് ഇങ്ങനെ അടിക്കണം. അപ്പൊ ലൈറ്റ് ഇങ്ങനെ അടിച്ചാൽ ശരിക്കും നമ്മൾ എന്ത് വിചാരിക്കാൻ, ലൈറ്റ് അടിക്കുമ്പോൾ എന്താണ് ലൈറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് പോകണല്ലേ. ശരിക്കും എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ ലൈറ്റ് പോകണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ലൈറ്റിന് വ്യത്യാസം ഉണ്ടല്ലേ. ഞാൻ നിങ്ങൾ നേരെ അടിച്ചാൽ നേരെ പോകണം. അപ്പൊ ഇത് കണ്ട, ലൈറ്റ് ടോർച്ച് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ടോർച്ച് ഇങ്ങനെ പോകും എന്നായിരിക്കും നമ്മൾ വിചാരിക്കാനല്ലേ. എന്നാൽ ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്നത് അറിയോ? ടോർച്ച് നമ്മൾ അടിക്കുന്ന സമയത്ത് ഇത് ശരിക്കും സ്ട്രെയിറ്റ് അല്ലടാ പോന്നെ, ഇതിങ്ങനെ സ്ട്രെയിറ്റ് അല്ല പോന്നെ. ഓക്കെ, അതിന് പകരം ചിലപ്പോൾ അങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്തിട്ട് കാണാം, ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വേറെ കളർ എടുത്തിട്ട് ഇപ്പുറത്ത് ബെൻഡ് ചെയ്ത് വെച്ചാൽ. ഓക്കെ, മഞ്ഞ എടുത്തിട്ട് അതാ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും. കണ്ട, ലൈറ്റ് ശരിക്കും പോകേണ്ടത് സ്ട്രെയിറ്റ് ആണ് സാറേ, എന്നാൽ നമ്മൾ കാണുന്നത് അത് ചെറുങ്ങനെ ബെൻഡ് ചെയ്തിട്ടാണ്. ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പാ റിഫ്രാക്ഷൻ നടക്കുന്നത്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ, അതായത് കണ്ട എയറിൽ നിന്ന് വാട്ടറിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ലൈറ്റിന് ഡീവിയേഷൻ സംഭവിക്കുന്നത്, വ്യതിയാനം സംഭവിക്കുന്നത്. ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ, when light travels from one medium to another medium, കണ്ട ഞാൻ പറഞ്ഞില്ലേ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകണം അല്ലേ. ഇറ്റ്സ് പാത്ത്, അതിന്റെ പാത്തിന് എന്ത് സംഭവിക്കുന്നു? ഇറ്റ്സ് പാത്ത് ഗെറ്റ് ഡീവിയേറ്റഡ്. കണ്ട, അതിന്റെ പാത്തിന് ശരിക്കും ഇങ്ങനെയായിരുന്നു പോകേണ്ടത്, എന്നാൽ ചെറുങ്ങനെ വ്യതിയാനം ചെറുങ്ങനെ എന്ത് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചെറുങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈസ് നോൺ ആസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗൈസ്? യെസ്, ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും റിഫ്രാക്ഷന്റെ ഡെഫിനിഷൻ മനസ്സിലായി. അപ്പൊ അതിന്റെ കൂടെ തന്നെ റിഫ്രാക്ഷൻ എന്ന് പറയാൻ നിങ്ങൾ എന്താ റിഫ്രാക്ഷൻ? വെൻ ലൈറ്റ് ട്രാവൽ ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം, ഒരു മീഡിയത്തിൽ മറ്റൊരു മീഡിയത്തിലേക്ക് പോയാൽ മാത്രമേ നടക്കൂ അല്ലെ. അപ്പൊ വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം, ഒരു മീഡിയത്തിൽ മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് പാത്ത് ഗെറ്റ് ഡീവിയേറ്റഡ്, ഇതിന്റെ പാത്തിന് എന്ത് സംഭവിക്കുന്നു? ഡീവിയേഷൻ സംഭവിക്കുന്നു, മാറുന്നു അല്ലെ. അപ്പൊ ഇതിനാണ് നമ്മൾ എന്നിട്ട് പറയുന്നത് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും റിഫ്രാക്ഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ റിഫ്രാക്ഷൻ ക്ലിയർ ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യണം? റിഫ്രാക്ഷന്റെ എക്സാമ്പിൾ കണ്ട റിഫ്രാക്ഷന്റെ കിടിലം എക്സാമ്പിൾ, സൂപ്പർ എക്സാമ്പിൾ കണ്ട, എല്ലാം വരച്ചിട്ട് കാണിച്ചു തരാൻ. ഇത് നോക്കിയാട്ടെ, ശരിക്കും ഈ പൂച്ചനെ കണ്ട, ശരിക്കും ഈ പൂച്ച നമ്മൾ നോക്കുന്ന സമയത്ത് ശരിക്കും ഓന്റെ സൈസിലല്ലേ കാണുന്നത്, ഓനെ പോലെ തന്നെ അല്ലേ കാണുന്നത്. എന്നാൽ ഈ ചങ്ങായി കണ്ട ഈ ശരിക്കുള്ള സൈസിനെ കാട്ടി ഈ വെള്ളത്തിൽ നോക്കുന്ന സമയത്ത് എന്താ ബിൽഡ് ആയിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. എന്തുകൊണ്ടറിയോ? ഈ പൂച്ച എയർന്ന് ലൈറ്റ് എങ്ങോട്ടേക്ക് വന്നിട്ടാണ് നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുന്നത്? എയർ വാട്ടർ, അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മളെ കണ്ണുകൾക്ക് ഇത് കാണുന്നത്. കണ്ട അപ്പൊ അതുകൊണ്ടാണ് ഇത് റിഫ്രാക്ഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ കണ്ട ഈ ഡക്ക്, ശരിക്കും ഇതിന്റെ അടിഭാഗം ഇവിടെ അല്ലേ വരേണ്ടത്, ഇതിനോട് ചേർന്നിട്ടല്ലേ. എന്നാ കണ്ട, ഇത് ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് പോയത്. അപ്പൊ എന്ത് ചെയ്ത് ശരിക്കും പോണ്ടേന് പകരം ലൈറ്റ് ചെറുങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് എന്ത് കണ്ട, അടിഭാഗം ഇങ്ങോട്ടും മേൽഭാഗം അങ്ങോട്ടും ആണുള്ളത്. ഓക്കെ,
അപ്പൊ ഇതെല്ലാമാണ് നമ്മളെ എന്തിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിഫ്രാക്ഷന്റെ 2-3 എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ എക്സാമ്പിൾസ് എല്ലാം മനസ്സിലായി. മറ്റേ കപ്പിൽ സ്ട്രോ ഇടുന്നു, കണ്ട ഇവിടെയാണ് നമ്മളെ സ്ട്രോ ഇട്ടിട്ടുള്ളത്. ശരിക്കും സ്ട്രോ ഇവിടെ ആയിരിക്കും നമ്മൾ കാണാനെന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ സ്ട്രോ കുറച്ച് താഴെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് എല്ലാം കാണിച്ചാൽ ഇത്രയാണ് റിഫ്രാക്ഷനെ കുറിച്ച് പറയാനുള്ള. എല്ലാവർക്കും റിഫ്രാക്ഷൻ സെറ്റ് അടിപൊളിയാണെന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ എന്താ റിഫ്രാക്ഷൻ ഒന്ന് വേഗം പറഞ്ഞേ. കറക്റ്റാ. When light moves from one medium to another medium, its path get deviated. This is known as refraction. Set. Okay, ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഈ ലെങ്സ് എന്താക്കുള്ളത്. അപ്പൊ എന്തായാലും ചാപ്റ്ററിന്റെ പേര് ലെങ്സിങ് അല്ലേ. അപ്പോ ലെങ്സ് എന്താ അറിയണ്ടേ മക്കളെ? ഇതാ പരക്കെ സർ ലെങ്സസ് വെച്ചിട്ട് ഇതെല്ലാം ലെങ്സ് ആണ്. ഇവൻ ഒരു ലെങ്സ് ആണ്, അവൻ ഒരു ലെങ്സ് ആണ്. ഇത് കണ്ട ഇതൊരു ലെങ്സ് ആണ്, ഇവ വേറെ ലെങ്സ് ആണ്. ഇത് ടെലിസ്കോപ്പ്, ഇത് വേറെ ലെങ്സ് ആണ്, ഇത് വേറെ ലെങ്സ് ആണ്. ഇത് കണ്ണട പോലത്തെ സാധനം, ഇത് വേറെ ലെങ്സ് ആണ്. ഇത് കണ്ട ടെലിസ്കോപ്പ്, ഇത് വേറെ ലെങ്സ് ആണ്. ഇതെല്ലാം ലെങ്സ് ആണ്. ഈ ബോർഡിൽ നിങ്ങൾ കാണുന്നതെല്ലാം ലെങ്സ് ആണ്. ഓക്കെ, ഇതെല്ലാം ലെങ്സിന്റെ പല 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 മോഡൽ ലെങ്സുകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ലെൻസിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണം ലെൻസിന്റെ. ഓക്കെ, ഇപ്പൊ ലെൻസിന്റെ പ്രത്യേകത എന്താ അറിയോ? ലെൻസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലെൻസിനും 2 സ്പിരിക്കൽ സർഫസുകൾ ഉണ്ടാവും. അനക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ സാറേ സ്പിരിക്കൽ സർഫസ്. ബേജാറാണ്ട മക്കളെ. എടാ ഏതൊരു ലെൻസ് എടുത്തു കഴിഞ്ഞാലും അതിന് 2 സ്പിയർ ഷേപ്പുള്ള, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സാർ പറയുന്നത്. അപ്പൊ ആ കാര്യം ടെൻഷൻ അടിക്കാതെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി എന്താ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാ. അപ്പൊ ഏതൊരു ലെൻസ് എടുത്തു കഴിഞ്ഞാലും അതിന് 2 ഭാഗങ്ങൾ ഉണ്ടാവും. ഒരു മുൻഭാഗം ഉണ്ടാവും, ഒരു ബാക്ക് ഭാഗം ഉണ്ടാവും. രണ്ടും ഒരു സ്പിയർ പോലെ, അതായത് ഒരു എന്താ പറയാ നമ്മൾ പറയില്ല, ഒരു വട്ടം പോലെ ആയിരിക്കും ഉണ്ടാവാൻ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഏതൊരു ലെൻസ് എടുത്തു കഴിഞ്ഞാലും അതിന് എത്ര സ്പിരിക്കൽ സർഫസ് ഉണ്ടാവും? 2, ഒരു മുൻഭാഗവും ഒരു ബാക്ക് ഭാഗവും. ഓക്കെ, അപ്പൊ ഒരു 2 സ്പിരിക്കൽ സർഫസ് ഉണ്ടാവും. അതും പോരായിട്ട് അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? 2 സ്പിരിക്കൽ സർഫസ് കണ്ട സേർ വരച്ചാണ്ടാ. അപ്പൊ ഇതൊരു ലെൻസ് പോലത്തെ സാധനമാണ്. 2 സ്പിരിക്കൽ സർഫസ് ഉണ്ട്. സ്പിരിക്കൽ സർഫസ് മാത്രമാണോ? അല്ല, അതിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ട്രാൻസ്പാരന്റ് മീഡിയം എന്ന് പറയുന്നത്. ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു മീഡിയം ഉണ്ടാവും. അപ്പൊ എന്താ ലെൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്പിരിക്കൽ സർഫസ് ഉള്ള ഒരു ട്രാൻസ്പാരന്റ് മീഡിയത്തിനെയാണ് നമ്മൾ ലെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് വേഗം പറഞ്ഞാൽ എന്താണ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ ലെൻസ് എന്ന് പറഞ്ഞാൽ 2 സ്പിരിക്കൽ സർഫസ് ഉള്ള ഇങ്ങനെയുള്ള 2 സ്പിരിക്കൽ സർഫസ് ഉള്ള ഒരു ട്രാൻസ്പാരന്റ് മീഡിയം. ഒരു ട്രാൻസ്പാരന്റ് പറയാനുള്ള കാരണം അതിന്റെ ഉള്ളിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഇടുന്നുണ്ട് ഈ ലെൻസിന്റെ ഉള്ളിലോട്ട് നോക്കിയാൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അത് ട്രാൻസ്പാരന്റ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് മനസ്സിലായി? നമുക്ക് ലെൻസിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ മനസ്സിലായി. എന്താണ് ലെൻസ് എന്ന് പറഞ്ഞാൽ 2 സ്പിരിക്കൽ സർഫസ് ഉള്ള ഒരു ട്രാൻസ്പാരന്റ് മീഡിയം അല്ലെ. അത് നമുക്ക് ഡെഫിനേഷൻ ആയിട്ട് നമ്മൾ ഗുരുജീന്റെ ഡെഫിനേഷൻ നോക്കിയാലോ. ഓക്കെ, അപ്പൊ ഇയാൾ പറയാണ് ലെൻസ് ഈസ് എ ട്രാൻസ്പാരന്റ് മീഡിയം. ലെൻസ് ഒരു ട്രാൻസ്പാരന്റ് മീഡിയം ശരിയാണല്ലോ. ഇനി ഹാവിംഗ് 2 സ്പിരിക്കൽ റിഫ്ലക്റ്റീവ് സർഫസ്. അതിന് 2 സ്പിരിക്കൽ റിഫ്ലക്റ്റീവ് സർഫസ് ഉണ്ടാവും. 2 സ്പിരിക്കൽ സർഫസ് ഉണ്ടാവും. നമുക്ക് അറിയാം ഗുരുജി. ഓക്കെ, നമുക്കറിയാം. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി? നമ്മളെ ലെൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. എന്തെല്ലാം പഠിച്ചേ? റിഫ്രാക്ഷൻ മനസ്സിലാക്കി. പിന്നെ റിഫ്രാക്ഷന്റെ എക്സാമ്പിൾ പറഞ്ഞ പൂച്ച അങ്ങനെ മറ്റേ വെള്ളത്തിൽ ഇരുന്ന് നോക്കുന്ന മനസ്സിലാക്കി. പിന്നെ ഡെക്കിന്റെ മേൽഭാഗം അങ്ങോട്ട് അടിഭാഗം ഇങ്ങോട്ട് അത് മനസ്സിലായി. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാം. അതോടൊപ്പം തന്നെ ലെൻസ് എന്താ മനസ്സിലാക്കി അല്ലെ. 2 സ്പിരിക്കൽ സർഫസും ഒരു ട്രാൻസ്പാരന്റ് മീഡിയം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവാണ്. ടൈപ്സ് ഓഫ് ലെൻസ്. കറക്റ്റ്, പല മാതിരി ലെൻസുകൾ ഉണ്ട് അല്ലെ. നിങ്ങൾ പലപ്പോഴും കേൾക്കാൻ ചാൻസ് ഉള്ള 2 പേരുകളായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ഇത് ആദ്യം അറിയാൻ പറ്റുമായിരിക്കും. സാർ പറഞ്ഞു വരുന്നത് എന്താ? നേരെ ടൈപ്സ് ഓഫ് ലെൻസിലോട്ട് പോവാം. ടൈപ്സ് അതായത് വ്യത്യസ്ത തരം ലെൻസുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് 2 ടൈപ്പ് ലെൻസിനെ കുറിച്ചാണ് കേട്ടോ പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് നോക്കാമല്ലോ ഏതെല്ലാം 2 ടൈപ്പ് ലെൻസ് എന്ന് പറഞ്ഞാൽ. ഒരു ലെൻസ് ഇതാ ഈ ചങ്ങായി ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള സാധനം കണ്ട, ഇതാണ് നമ്മളെ ഒരു ടൈപ്പ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് ലെൻസ് എന്ന് പറഞ്ഞാൽ വീട് ഇങ്ങനെ വെച്ചിട്ടാണുള്ളത്. അതാണ് സത്യം പറഞ്ഞാൽ അവിടെ നിലത്ത് വെച്ചിട്ടാണുള്ളത്. എൻ്റെ അതിലേക്ക് എന്ത് അടിക്കുന്ന കാണുന്നുണ്ട്? ലൈറ്റ് അടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി നോക്കിയാട്ടെ, ഈ ലെൻസിലേക്ക് ലൈറ്റ് അടിച്ചപ്പോൾ നിങ്ങൾ കാണുന്ന പ്രത്യേകത എന്താ? നമ്മൾ ഈ ലെൻസിലോട്ട് ലൈറ്റ് അടിച്ചപ്പോൾ ഞാൻ കണ്ട പ്രത്യേകത എന്താ? ഇവിടെ വരുന്ന എല്ലാ ലൈറ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്? കൂടിച്ചേരുന്ന കണ്ടിട്ടുണ്ട് അല്ലെ. എല്ലാ പോയിന്റും എല്ലാ ലൈനും ഈ ഒരു പോയിന്റിലേക്ക് കൂടിച്ചേരുന്നതായിട്ട് സാറിന് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എല്ലാ ലൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പോയിന്റിലേക്ക് ഒത്തുചേരുന്നത് അല്ലെ. ഈ ഒത്തുചേരുന്ന അല്ലെങ്കിൽ കൂടിച്ചേരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാ കൺവേർജ് എന്നാണ് പറയാൻ. ഓക്കെ, എന്താ നമ്മൾ പറയാന്? കൺവേർജ് എന്നാണ് പറയാൻ. അപ്പൊ ഈ ഒരു ലെൻസിനെ കുറിച്ച് നോക്കിയ സമയത്ത് ആ ലെൻസ് വെച്ചിട്ട് ലൈറ്റ് പാസ് ചെയ്തപ്പോൾ എല്ലാ ലൈറ്റും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർജ് ചെയ്യുന്നുണ്ട്. ഇനി ഇവനെ സംബന്ധിച്ചിടത്തോളം ഇത് നോക്കിയാട്ടെ, ഇതാ ലൈറ്റ് ഇതാ പോകുന്നു.
പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ തട്ടുന്നു തെറിച്ചു പോകുന്നു, തട്ടുന്നു തെറിച്ചു പോകുന്നു, തട്ടുന്നു തെറിച്ചു പോകുന്നു, തട്ടുന്നു തെറിച്ചു പോകുന്നു. മക്കളെ ഇങ്ങനെ തട്ടിയാ തെറിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? നോട്ടി അങ്ങനെ ഒന്നും ആലോചിക്കാൻ പാടില്ല. ഓക്കെ, തട്ടിയാ തെറിക്കുന്നത് അതല്ല മക്കളെ നമ്മൾ പറയുന്നത്. മക്കളെ തെറ്റിലേക്ക് പോകില്ലേ മക്കളെ, പ്ലീസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പറഞ്ഞാൽ തട്ടിയാ തെറിച്ചു പോകുന്നു അല്ലെ. ഇവിടെ നോക്കിയാട്ടെ, ഈ ഒരു ലെൻസിലോട്ട് റേ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ് കേട്ടോ. ലൈറ്റ് പോകുന്ന സമയത്ത് അതെന്താ സംഭവിക്കുന്നത്? തട്ടി തെറിക്കുന്നു അല്ലെ. ഇങ്ങനെ തെറിക്കുന്നതിന് നമ്മൾ എന്താ അറിയോ ഫിസിക്സിൽ പറയാന് നമ്മൾ പറയുന്നവരെ ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയാം. എന്താ പറയാന്? ഡൈവേർജ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ രണ്ട് ലെൻസുകൾ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. ഒന്നെന്ന് പറഞ്ഞാല് തട്ടിയിട്ട് എന്ത് ചെയ്യാ കൺവേർജ് ചെയ്യപ്പെടുന്ന ഒരു ലെൻസും രണ്ടാമത് തട്ടിയിട്ട് തെറിച്ചു പോകുന്ന ഒരു ലെൻസ് അഥവാ ഡൈവേർജ് ചെയ്യുന്ന ലെൻസ്. അപ്പൊ രണ്ട് ലെൻസ് മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ട് ലെൻസിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ രണ്ട് ടൈപ്പ് ലെൻസ് എല്ലാവർക്കും സെറ്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ പേരെന്തായിരിക്കും മക്കളെ? ആർക്കെങ്കിലും ഇതിന്റെ പേര് പറയാൻ പറ്റുമോ? കൺവെർജ് ചെയ്യുന്നത് മനസ്സിലായി അല്ലെ. ഇത് കൺവെർജ് ചെയ്യുന്നുണ്ട് മനസ്സിലായി, ഇത് ഡൈവേർജ് ചെയ്യുന്നുണ്ട് മനസ്സിലായി. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? കമോൺ, കമന്റ് ബോക്സിൽ ഓടി ചാടി വന്ന് പറയൂ, എന്താണ് അതിനെ വിളിക്കുന്ന പേര്? കൺവെർജ് ചെയ്യുന്ന ലെൻസിന് എന്താ പറയാന്? യെസ്, കറക്റ്റ്, കൺവെർജിങ് ലെൻസ് എന്ന് പറയല്ലേ. അപ്പൊ പിടിച്ചോ, ഇതിനെ വിളിക്കുന്ന പേരാണ് കൺവേർജിങ് ലെൻസ്. അങ്ങനെയാണെങ്കിൽ ഡൈവേർജ് ചെയ്യപ്പെടും എന്ന് പറയുന്ന ആ ലെൻസിന് നമ്മൾ എന്താ പേര് വിളിക്കാൻ? യെസ്, ഡൈവേർജിങ് ലെൻസ് എന്ന് പറയും അല്ലെ. അപ്പൊ ഡൈവേർജിങ് ലെൻസ് എന്നാണ് പറയാം. അപ്പൊ രണ്ട് ടൈപ്പ് ലെൻസ് ആണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ there are two types of lens. They are ഒന്ന് ഇങ്ങനത്തെ ലൈറ്റുകൾ വന്നോടി പോയിന്റിലേക്ക് വരുന്നത്, ദാറ്റ് ഈസ് കൺവേർജിങ് ലെൻസും ലൈറ്റ് തട്ടിയിട്ട് തെറിച്ചു പോകുന്ന ഡൈവേർജിങ് ലെൻസും. ഈ കൺവെർജിങ് ലെൻസിനെ വിളിക്കുന്ന മറ്റൊരു പേര് കണ്ട, കൺവ് അതിനെ വിളിക്കുന്ന വേറെ പേരാണ് കോൺവെക്സ് ലെൻസ്. ഈ പേരായിരിക്കും പലപ്പോഴും ആൾക്കാർ കേട്ടിട്ട് പരിചയമുള്ളത് അല്ലെ. ഇത് കേട്ട് പരിചയമുള്ള ഒരു പേരാണ്. കൺവെർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് കേട്ടിട്ടില്ല സാറേ, ഈ കൺവെർജിങ് ഡൈവേർജിങ് ഒന്നും കേട്ടില്ല സാറേ, പക്ഷെ ഈ കോൺവെക്സ് കോൺകേവ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കോൺവെക്സിന് ആ പേര് വന്നേ മനസ്സിലായില്ലേ? അത് കൺവേർജ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനാ കോൺവെക്സ് ലെൻസ് എന്ന് പറയപ്പെടുന്നത്. ഇനി ഈ അങ്ങനെയാണ് ഈ ഡൈവേർജിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഇത് നോക്കിയാട്ടെ, കൺവെർജ് ചെയ്യുന്നതുകൊണ്ട് കോൺവെക്സ് ലെൻസ് അല്ലെ. അപ്പൊ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ? അതന്നെ ഡൈവെക്സ് ലെൻസ് അല്ലെ. അങ്ങനെയല്ല കേട്ടോ മക്കളെ. അപ്പൊ ഒന്ന് കോൺവെക്സ് ആണെങ്കിൽ നമുക്കറിയാം അത് ഡൈവർജസ് അങ്ങനെയൊന്നും അല്ല വരുന്നത്, കോൺകേവ് ലെൻസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് ഈ ഒരു സംഭവം. ടൈപ്സ് ഓഫ് ലെൻസ് രണ്ടെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് കൺവേർജ് ചെയ്യപ്പെടുന്ന ലെൻസും രണ്ടാമത്തെ ഡൈവേർജ് ചെയ്യുന്ന ലെൻസും. കൺവേർജ് ചെയ്യുന്ന ലെൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നു. ഡൈവേർജ് ചെയ്യുന്ന ലെൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കോൺകേവ് ലെൻസ് എന്ന് പറയുന്നു. അപ്പൊ ലെൻസ് എന്താ മനസ്സിലായി? ലെൻസിന് എത്ര സർഫസ് അതിനോടുള്ളത് ഒന്ന് വേഗം പറഞ്ഞേ. ലെൻസിന് എത്ര സർഫസാ? രണ്ട് സ്പെരിക്കൽ സർഫസ് അല്ലെ. ഇത് നോക്കിയാട്ടെ നിങ്ങൾ, ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഇതിന്റെ മുന്നിൽ ഒരു സർഫസ് ഉണ്ടാവില്ലേ, കണ്ട, രണ്ട് സ്പെരിക്കൽ സർഫസ്. ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് നോക്കിയാൽ കാണുന്നില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്പെറന്റ് മീഡിയം. അപ്പൊ നമുക്ക് ലെൻസ് എന്ന് പറഞ്ഞാൽ പറയാം, ലെൻസിന് എന്തെല്ലാം ഉണ്ടാവും? ലെൻസ് ഈസ് എ സബ്സ്റ്റൻസ് ഹാവിംഗ് ടു സ്പെരിക്കൽ സർഫസ് ആൻഡ് എ ട്രാൻസ്പെറന്റ് മീഡിയം അല്ലെ. അപ്പൊ എല്ലാവർക്കും സെറ്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ ഒരാളെ കുറിച്ച് കൂടുതൽ ഡെപ്തിൽ ആയത്തിൽ മനസ്സിലാക്കണം. യെസ്, അത് തന്നെ ഗൈസ്. അപ്പൊ ഒരാളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം എന്തിനോട്ട് പോവാം? ആദ്യം നമുക്ക് ഈ ലെൻസ് തന്നെ പോവാം. ഏത്? കൺവെർജിങ് ലെൻസ് അല്ല, വേറെ പേര് കോൺവെക്സ് ലെൻസ്. കറക്റ്റ്. അപ്പൊ നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗൈസ് നിങ്ങൾ റെഡി അല്ലേ? കോൺവെക്സ് ലെൻസ് പഠിക്കാൻ എല്ലാ സെറ്റ് അല്ലേ? അപ്പൊ കോൺവെക്സ് ലെൻസ് പഠിക്കാം. വേഗം തരൂ കോൺവെക്സ് ലെൻസ്. അതാണ് വന്നു. ശരിയാണ്, കോൺവെക്സ് ലെൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ദീസ് ലെൻസ് ആർ ഓൾസോ കോൾഡ്. അവരെന്ത് വിളിക്കാൻ? കൺവേർജിങ് എന്ന് വിളിക്കാൻ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഇത് കൺവേർജ് ചെയ്യാതെ ചെക്കനെ വരച്ചത്? എങ്ങനെയാണ് മക്കളെ ഒരു കോൺവെക്സ് ലെൻസിനെ കാണാനുണ്ടാവാൻ? ഇത് കണ്ടാൽ ഇവനെ കണ്ടാൽ, ഇത് കണ്ടാൽ അത് കണ്ടാൽ അത് മതി, അങ്ങനെയല്ല പറയില്ലേ? അതേപോലെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരണം, ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ് എന്ന് എല്ലാവർക്കും ഓർമ്മ വരണം. അപ്പൊ കോൺവെക്സ് ലെൻസ് എങ്ങനെയാണുള്ളത്? ഇത് ഇങ്ങനെയാണുള്ളത്. പല ആൾക്കാരും ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ പല സ്ഥലത്തായിരിക്കും നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവാൻ. മക്കളെ തെറ്റിലേക്ക് പോകില്ലേ? ഒന്ന് നോക്കിയാട്ടെ ലെൻസ് ഒന്ന്. ഈ ലെൻസ് ആയിട്ടല്ല കണ്ടത് സാർ, ഇതെവിടെയോ എന്തോ അതേപോലെ അതന്നെ കിട്ടി സാർ സൈറ്റിൽ. അതല്ല മോനെ, ഇതല്ല, ഇത് വേറെ തന്നെ. ഇതിന്റെ ഉള്ളിൽ ഇപ്പം ഞാൻ കൈവച്ചാൽ വേറെ പ്രശ്നമാവും, കൊണ്ട് പുറത്ത് കൈവെക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഇത് കോൺവെക്സ് ലെൻസ് ആണ്. ഇത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ അത് ഇങ്ങനെയാണ് കാണാനുണ്ടാവാൻ. ഓക്കെ ഗൈസ്, കോൺവെക്സ് ലെൻസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇത് കോൺവെക്സ് ലെൻസ് ഈ ഒരു ഷേപ്പിൽ കണ്ടാല്, ഇനി എവിടുന്ന് കണ്ടു കഴിഞ്ഞാലും പറയണം. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടാൽ, ഇങ്ങനത്തെ ഒരു ഓട്ട പോലത്തെ സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെങ്കിൽ അപ്പം മനസ്സിൽ നിങ്ങൾക്ക് വേണ്ട ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരണം കോൺവെക്സ്. അത് കോൺവെക്സ് ലെൻസ് ആണ് സാർ.
ഓക്കെ, അപ്പൊ മറക്കണ്ട കോൺവെക്സ് ലെൻസ്. ഇനി കോൺവെക്സ് ലെൻസിലോട്ട് രണ്ട് റേ വന്നാൽ നോക്കട്ടെ ഇതിലേക്ക് എന്തെങ്കിലും. ഈ കോൺവെക്സ് ലെൻസിലോട്ട് ഞാൻ രണ്ടാൾക്കാർ ഇട്ട് വിചാരിക്കുന്നത്, സോറി രണ്ട് റേ ഞാൻ പാസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ രണ്ട് റേ പാസ് ചെയ്താൽ എന്താ സംഭവിക്കാൻ? ഇത് എന്ത് ചെയ്യും? നമുക്കറിയാം റേ ഇത് ഈ കോൺവെക്സിന്റെ പ്രത്യേകത അത് കൺവേർജ് ആണോ ചെയ്യാൻ ഡൈവേർജ് ആണോ ചെയ്യാൻ? കൺവേർജ് ചെയ്യും അല്ലെ. അപ്പൊ വീട്ടിലേക്ക് അയച്ചാൽ ഒരു ഒറ്റ പോകാം, ഉള്ളിലേക്ക് അടിച്ച് കയറി അതായത് രണ്ടല്ല ഇനിയും പാസ് ചെയ്താൽ നേരെ അടിച്ച് ഒരു ഒറ്റ പോയിന്റിൽ വന്നിട്ട് കൺവേർജ് ചെയ്യും. ഇനിയും പാസ് ചെയ്താൽ നേരെ വന്നിട്ട് കൺവേർജ് ചെയ്യും. ഇങ്ങനെ കൺവേർജ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. കാരണം ഇത് കോൺവെക്സ് ലെൻസ് ആണ്, കൺവേർജിംഗ് ലെൻസ് എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. നല്ല വൃത്തിയിൽ വരച്ചാലോ, ഓക്കെ സെറ്റ് ആയിട്ട് വന്നണ്ട. നമ്മൾ നേരത്തെ വരച്ച രസയില്ല, ഒരു കൂട്ടിമുട്ട് കണ്ട കൂട്ടിമുട്ടി. അപ്പൊ ഇതെന്താണ്? കൺവേർജിംഗ് ലെൻസ് ആണ്. അപ്പൊ നമുക്ക് എന്തെല്ലാം മനസ്സിലായി? കോൺവെക്സ് ലെൻസ് അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൺവേർജിംഗ് ലെൻസ്. എന്തുകൊണ്ടാ പറഞ്ഞാല് അത് റേസിനാ. അയ്യോ ഓക്കെ, അതെന്ത് റേ വരുന്നു, അതിനെല്ലാം കൂടി കൺവേർജ് ചെയ്യുന്നു, ഒരൊറ്റ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേരിട്ട് വിളിക്കുന്നത്? കൺവേർജിംഗ് ലെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് എല്ലാവർക്കും സെറ്റ് അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെയൊന്നും പറയണ്ട, പ്രോപ്പർട്ടീസ് ഓഫ് ലെൻസ് എന്ന് പറയാം, അഥവാ കോൺവെക്സ് ലെൻസ്. വെറുതെ പറഞ്ഞേട്ടാ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. എടാ ഓരോ ആൾക്കാർക്ക് ഓരോ പ്രത്യേകത ഉണ്ടാവില്ലേ? ഓരോ ആൾക്കാർക്ക് ഓരോ പ്രത്യേകത. ഇപ്പൊ എന്റെ പ്രത്യേകതയാണ്, ഞാൻ ഇതിന് മുന്നേയും കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ്. പല പ്രത്യേകതകൾ ഉണ്ട്. എനിക്ക് സുന്ദരനാണ്, സുമുഖനാണ്, സുശീലാണ്, അങ്ങനെ പല 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 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന കോൺവെക്സ് ലെൻസിനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തെല്ലാം അത് നോക്കിയാട്ടെ. കോൺവെക്സ് ലെൻസിനെ ഒന്നും കാണുമ്പോൾ എന്താ തോന്നുന്നേ നോക്കട്ടെ, ഞാനും നോക്കട്ടെ, നിങ്ങൾ നോക്കി കുറച്ചേരം. കോൺവെക്സ് ലെൻസിനെ നോക്കുമ്പോൾ ഇതെല്ലാം ഉള്ളി കാണാൻ പറ്റുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ കോൺവെക്സ് ലെൻസിന്റെ തറ്റ നോക്കിയാട്ടെ, തറ്റ ഭാഗം നോക്കിയാട്ടെ നിങ്ങൾ. തറ്റ ഭാഗം കുറച്ച് മെല്ലിറ്റല്ലേ? കോൺവെക്സ് ലെൻസിനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, തറ്റ ഭാഗം കുറച്ച് മെല്ലിറ്റാണ്. ഇനി ഇവിടെ എല്ലാം എന്താണ്? കുറച്ച് തടിച്ചിട്ടുമാണ്. ഓക്കെ, അപ്പോൾ നടുക്ക് തടിച്ചിട്ടും തറ്റക്ക് മെല്ലിറ്റുമാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ശരിയാണ്. രണ്ടാമത്തത്, ഒരു റേ പാരലായിട്ട് വന്നാൽ, ഇങ്ങനെ വരുന്ന റേനെ പാരലൽ കേട്ടോ പറയാൻ. ഒരു റേ പാരലായിട്ട് വന്നാൽ അത് എന്ത് ചെയ്യും? അത് ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഒരു സ്ഥലത്തേക്ക് കൺവേർജ് ചെയ്യും അല്ലെ? ഒരു സ്ഥലത്തേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് പ്രത്യേകത എനിക്ക് മനസ്സിലായി. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ തറ്റ മെല്ലിറ്റാണ്, നടു തടിച്ചിട്ടാണ്. രണ്ടാമത് വീണ്ടും തറ്റ മെല്ലിറ്റാണ്, നടു തടിച്ചിട്ടാണ്. പിന്നെന്താ? ഒരു റേ പാരലായിട്ട് വന്ന അതൊരു പോയിന്റിൽ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടി മുട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തേക്ക് പോയാൽ അപ്പൊ ഈ ഒരു പോയിന്റ് വരട്ടെ. നമുക്ക് മനസ്സിലായത് എന്താ? ദ ലെൻസസ് ആർ തിക്കർ ഇൻ ദ സെന്റർ. നടുവിൽ ലെൻസ് തടിച്ചിട്ടാണ്. തിന്നർ അറ്റ് ഔട്ട്സൈഡ് അല്ലെങ്കിൽ എഡ്ജ് എന്ന് പറയാം. ഓക്കെ, തറ്റക്ക് എന്ത് ചെയ്തിട്ടാണ്? തടിച്ചിട്ടാണല്ലോ. രണ്ടാമത്തെ, ദേ ക്യാൻ കൺവേർജ് പാരലൽ ബീം ഓഫ് ലൈറ്റ് ഇൻ ടു എ സിംഗിൾ പോയിന്റ്. കണ്ട, ഈ പാരലൈറ്റ് വരുന്ന ലൈറ്റിനെ ഒരൊറ്റ പോയിന്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൺവേർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ദേ ക്യാൻ ഫോം റിയൽ ആൻഡ് വെർച്വൽ ഇമേജ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണ്ട, സാർ ഇത് നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ല. അയ്യോ ഓക്കെ, ഇത് നിങ്ങൾ എന്ത് വെച്ചാൽ പറ്റില്ല? പറഞ്ഞാൽ പറ്റില്ല സാറേ. ഈ റിയൽ ആൻഡ് വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ പറഞ്ഞുതരും. അത് കുറച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ എന്താണ് സംഭവങ്ങൾ. ഓക്കെ, അപ്പൊ ദേ ക്യാൻ ഫോം റിയൽ ആൻഡ് വെർച്വൽ ഇമേജ്. ഈ ഒരു കാര്യം മക്കൾ എന്ത് ചെയ്യണ്ട, ഉപ്പൻ ടെൻഷൻ അടിക്കേണ്ട, ജസ്റ്റ് ഓർത്തി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് അത് വ്യക്തമായി എന്തുകൊണ്ടാണ് ആ ഒരു പോയിന്റ് ആണ് വന്നത് എന്നത് ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പറഞ്ഞിരുന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റിൽ 2 പോയിന്റ് കിടിലായിട്ട് മനസ്സിലായി. എന്തല്ല? ഒന്ന് തറ്റക്ക് മെല്ലിറ്റാണ്, നടുക്ക് തടിച്ചിട്ടാണ്. അത് ശരിയാണ്, അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ, 2 ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, റിയലും വെർച്വൽ ഇമേജ് ഉണ്ടാവും. എന്തുകൊണ്ടാണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇങ്ങനത്തെ ഒരു ലെൻസ് എടുത്ത്, അതായത് നമ്മൾ കോൺവെക്സ് ലെൻസ് എടുത്തിട്ട് എന്തെങ്കിലും നോക്കിയാൽ എന്താണ് കാണാൻ? ഓക്കെ, അതായത് ഒരു കോൺവെക്സ് ലെൻസ് എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും നോക്കുന്നു വിചാരിക്കും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നോക്കിയാലോ നമുക്ക്. ഡിസ്കും അതാ ഒരു കോൺവെക്സ് ലെൻസ് എടുത്ത്, ഇതാണ് എന്റെ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കണ്ട മക്കളെ, ഇത് ശരിക്കും കണ്ട ഇത് ഓക്കെ, ശരിക്കും ഇതിങ്ങനെ ഇത്ര കുഞ്ഞിയായിട്ടുള്ള ഏത്താൻ. എന്നാൽ നമ്മൾ ഇത് ഈ ഒരു സാധനം എടുത്തിട്ട് നോക്കുന്ന സമയത്ത്, അതായത് നമ്മളിങ്ങനത്തെ ഭൂതക്കണ്ണാടി പോലത്തെ കണ്ണാടി എടുത്ത് നോക്കുന്ന സമയത്ത് കണ്ട മക്കളെ നല്ല വെടിപ്പായിട്ട് നല്ല ബിൽഡായിട്ട് കാണുന്ന കണ്ട. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര ചെറിയ സാധനവും എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാൽ വലുതാക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ഒന്ന് ആലോചിച്ചൊക്കെ മക്കൾ എന്ത് സിമ്പിളാ നോക്കിയാട്ടല്ലേ. എത്ര ചെറിയ സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാൽ വലുതാക്കാൻ വേണ്ടി പറ്റും അല്ലേ? വലുതായിട്ട് കാണാൻ വേണ്ടി പറ്റും അല്ലേ? കറക്റ്റ് അല്ലേ?
അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ആരെങ്കിലും ചെറുതാണെങ്കിൽ ഏതെങ്കിലും സാധനം എന്തെങ്കിലും സാധനങ്ങളിൽ ചെറുതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺവെക്സ് ലെൻസ് അതെടുത്തിട്ട് നോക്കിയാൽ അതെന്തായിട്ട് കാണാൻ വേണ്ടി പറ്റും, വലുതായിട്ട്. പക്ഷെ ഇത് വലുതാക്കാൻ കഴിയില്ല, ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും ഇത് ട്രൈ ചെയ്യേണ്ട. സാധനം ചെറുതാണെന്ന് വിചാരിച്ചിട്ട്, സോറി, ചെറിയ ചെറിയ സാധനങ്ങളാണ്, അത് കാണാൻ വേണ്ടിയിട്ട് വലുതായിട്ട് കാണാനേ പറ്റുള്ളൂ, സംഭവം വലുതായിട്ട് വരൂല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ എന്തിനെ കുറിച്ച് പറയാനുള്ളത്, കോൺവെക്സ് ലെൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള. അപ്പൊ കോൺവെക്സ് ലെൻസ് എല്ലാവർക്കും സെറ്റായി. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത, അത് ചെറിയ സാധനങ്ങൾ വലുതാക്കി കാണിക്കും. അതാണ് നമ്മളെ ലാസ്റ്റ് പോയിന്റ്. ദേ ക്യാൻ ഫോം എൻലാർജ്ഡ് ഇമേജ്. എൻലാർജ് എന്ന് പറഞ്ഞാൽ വലിയ ഇമേജ്. ദേ ക്യാൻ ഫോം എൻലാർജ്ഡ് ഇമേജ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതോട് കൂടി മക്കളെ എല്ലാവരും നമ്മൾ എന്ത് പഠിച്ചു, കോൺവെക്സ് ലെൻസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും പഠിച്ചു അല്ലേ. അപ്പൊ എന്തെല്ലാം നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ പ്രോപ്പർട്ടി ഇനി മറന്നുപോയില്ലല്ലോ അല്ലേ. അപ്പൊ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ അതെടുത്ത് നോക്കിയാൽ ചെറിയ സാധനത്തിന് വലുതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്താ പറയാൻ, ദേ ഫോം എൻലാർജ്ഡ് ഇമേജ് എന്ന് പറയും. ഇനി അവരെ മറ്റേ ആടെ തടിച്ചിട്ടാണ്, മറ്റേ മെല്ലിച്ചാണ്, പിന്നെ ഇത് തടിക്കും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ അത് എന്ത് ഇമേജാ ഫോം ചെയ്യാന്, ദേ ഫോം എൻലാർജ്ഡ് ഇമേജ്. ഇനി കോൺവെക്സ് ലെൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്, ദേ ആർ ഓൾസോ കോൾഡ് കൺവേർജിംഗ് ലെൻസ്. ഓക്കെ, സെറ്റ്. യെസ്, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കോൺവെക്സ് ലെൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണെങ്കിൽ വേഗം പോവാ ഒരു പൂച്ച പൊട്ടിക്കാൻ. ഓക്കെ, അപ്പൊ പൂക്കുച്ചാല പൊട്ടിച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി നേരെ എങ്ങോട്ടേക്ക് പോകണം, വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് കോൺകേവ് ലെൻസ്. നമുക്ക് കോൺകേവ് ലെൻസിനെ കുറിച്ച് പഠിക്കണം. എന്താണ് മക്കളെ കോൺകേവ് ലെൻസ്? ആരാണ് മക്കളെ കോൺകേവ് ലെൻസ്? നമുക്ക് കുറച്ച് നേരത്തെ അറിയാലേ, നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ടൈപ്പ് ലെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് കോൺവെക്സ് എന്നും ഒന്ന് കോൺകേവ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒന്ന് കൺവേർജ് ചെയ്യുമെന്നും രണ്ടാമത്തെ ഡൈവേർജ്, തട്ടിത്തെറിച്ചു പോകുമെന്നും. ഇനി മറ്റോനാണ് നമുക്കറിയാലേ, മറ്റോനെ എങ്ങനെ കണ്ടാൽ എങ്ങനെ മനസ്സിലാവും? അതെ, ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് നമ്മളെ കോൺവെക്സിൻ്റെ. ഇനി നമുക്ക് ആദ്യം പോയി നോക്കേണ്ടത് ഗുരുജി, എങ്ങനെയാണ് ഗുരുജി കോൺകേവ് ഉണ്ടാവാൻ? പറഞ്ഞതല്ല. ഓക്കെ, എന്താണ് ഡൈവേർജിങ് നമുക്കറിയാം. ഗുരുജി പിക്ചർ തരൂ. ഓക്കെ, ഇതാണ് നമ്മളെ ഏതിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മളെ കോൺകേവ് ലെൻസിനെ കുറിച്ച് പറയാനുള്ളത് അല്ലെ. ഈ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത നോക്കിയാലോ, ചെങ്ങായി ലൈറ്റ് വന്നല്ലേ. അപ്പൊ ലൈറ്റ് വന്ന് അടിച്ചാൽ എന്തായിരിക്കും, ഇതൊരു പോയിന്റിലേക്ക് കൂടുകയാണോ ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ തെറിച്ചു പോയല്ലേ ചെയ്യാൻ? യെസ്, അതെന്തെയും അത് തെറിച്ചു പോകുന്നതായിട്ടായിരിക്കും ഉണ്ടാവാൻ അല്ലേ. അതുകൊണ്ടല്ലേ ഇതിനെ ഡൈവേർജിംഗ് ലെൻസ് എന്ന് വിളിക്കുന്നല്ലേ, തെറിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാ വരുന്നു, ലൈറ്റ് വരുന്നു, തെറിച്ചു പോകുന്നു. ദാറ്റ്സ് ഡൈവേർജ് ചെയ്യുന്നതുകൊണ്ടാണ് കോൺകേവ് ലെൻസ് എന്നാണ് വിളിക്കാൻ. ഓക്കെ, ഇനി ആദ്യത്തെ പോയിന്റ്, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാലോ, വരട്ടെ ക്യാരക്ടറിസ്റ്റിക്സ്. നേരത്തെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞത്. നിങ്ങൾ വെയിറ്റ് ആക്കി നോക്കാം, നമുക്ക് ഒരുമിച്ച് നോക്കാം. ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ തറ്റഭാഗം, ഔട്ട്സൈഡ് ഭാഗം അല്ലെങ്കിൽ തറ്റഭാഗം തടിച്ചിട്ടാണ്, നടുഭാഗം സെൻട്രം തൻ മെലിഞ്ഞിട്ടാണ്. ശരിയാണ്. രണ്ടാമത്തത് ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു സ്ഥലം തട്ടി ഇങ്ങനെ തെറിച്ച പോകുന്നത്, ഇത് തട്ടി ഇങ്ങനെ തെറിച്ച പോകുന്നത്. അപ്പൊ ചില ആൾക്കാർ ഇതെന്താ സാറേ, അതൊന്നും ഇല്ലടാ, അത് തെറിച്ചു പോകുന്ന സാധനത്തിന് നമ്മളിങ്ങനെ ബാക്കോട്ടേക്ക് ഒന്ന് എന്ത് ചെയ്തതാ, എക്സ്ട്രപ്പൊളേറ്റ് ചെയ്തതാ, ബാക്കോട്ടേക്ക് വരച്ചതാ. അതിന് എക്സ്ട്രപ്പൊളേറ്റ് വലിയ കാര്യമൊന്നുമില്ല, തട്ടി തെറിച്ചു പോകും അത്ര. അപ്പൊ ഒരു പോയിന്റ് കാര്യം, രണ്ട് പോയിന്റ് മനസ്സിലായി. എന്തല്ല, തറ്റക്ക് തടിച്ചിട്ടാണ്, നടു മെല്ലിട്ടാണ്. ഒരു പോയിന്റ്, 1 പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വരുന്ന പാരലൽ റേൻ എന്താ ചെയ്യുന്നത്, ഡിഫ്ലക്ട് ചെയ്ത് അയക്കുക ചെയ്യുന്നത്. വരുന്ന റേനെ ഡിഫ്ലക്ട് ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ്, അത് മനസ്സിലായി. അപ്പൊ ഇത് രണ്ടും മനസ്സിലായി. അപ്പൊ 2 പോയിന്റ് വരട്ടെ. These lenses are thinner in the center. കണ്ട, തിന്നറാണ്, തടുക്ക് തിന്നറാണ്, ആൻഡ് തിക്കർ ഇൻ ദ ഔട്ട്സൈഡ്. കറക്റ്റ് ആണ്, നമുക്ക് മനസ്സിലായ പോയിന്റ്. രണ്ടാമത്, they can diverge parallel beam of light. ഒരു പാരലൽ ബീം ലൈറ്റ് വന്നാൽ അത് തട്ടി തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ് മോനെ. They can form only virtual image. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബേജാറാണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നതായിരിക്കും സാർ പറഞ്ഞു തരും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് കോൺവെക്സ് ലെൻസ് എന്താ ചെയ്യുന്നെങ്കിൽ നോക്കിയില്ല. നമ്മളൊരു സാധനം നോക്കിയപ്പോൾ ചെറിയ സാധനത്തിനെ വലുതാക്കുന്നതാണ് കോൺവെക്സ് എന്ന് മനസ്സിലായ സ്ഥിതിക്ക് പറയാതെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, കോൺകേവ് എന്തായിരിക്കും, വലിയ സാധനങ്ങളെ ചെറുതായിട്ട് കാണിക്കുന്നതാണ്. നേരത്തെ അടിച്ചിട്ടാണ്. സിമ്പിൾ. ഓക്കെ, എന്താ നേരത്തെ കോൺവെക്സ് ആണെങ്കിൽ ചെറിയ സാധനത്തിനെ വലിയ സാധനമാക്കി കാണിക്കുമെങ്കിൽ കോൺകേവിന്റെ പ്രത്യേകത അത് വലിയ സാധനത്തിനെ ചെറുതാക്കിയിട്ട് കാണിക്കും. നോക്കിയാലോ, നമുക്ക് എക്സാമ്പിൾ നോക്കിയാലോ. വരൂ എക്സാമ്പിൾ. കണ്ട, നമുക്കറിയാം നമ്മളെ ഡോറിലെല്ലാം ഉണ്ടാവുന്ന ഒരു സാധനമാണിത്. ഈ ചങ്ങായിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ മുന്നിൽ ഡോറിൽ നമ്മളെ
എല്ലാവരെയും വീട്ടിന്റെ ഡോറിൽ ഇങ്ങനെ നോക്കുന്നു, ഇങ്ങനെ ആരാ അവിടെ വന്നേ, അപ്പൊ അത് നോക്കുന്ന സാധനം. ശരിക്കും ഈ ചങ്ങായി ഇത്ര വണ്ണം ഉണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിലൂടെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട്, ഈ വലിയ ചങ്ങായി നമുക്ക് ചെറുതായിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബൈനാക്കുലർ, നമുക്കറിയാം കുറേ ദൂരമുള്ള വലിയ വലിയ സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കുഞ്ഞി 2 ഓട്ടയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത് ഈ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ സാധനങ്ങളെ പോലും ചെറിയ സാധനങ്ങളായി കാണാൻ വേണ്ടി സഹായിക്കപ്പെടുന്ന എന്താ പറയാ, കാണാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ലെൻസ് ആണ് നമ്മുടെ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും കോൺകേവ് ലെൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ വലിയ സാധനത്തിനെ ചെറുതാക്കുന്നതിന് എന്താ പറയാൻ അറിയോ, ഡിമിനിഷ്ഡ് ഇമേജ് എന്നാണ് പറയാൻ. വലുതിനെ ചെറുതാക്കുന്നതിന് ഡിമിനിഷ്ഡ് എന്നാണ് പറയാൻ. ചെറുതിനെ വലുതാക്കുന്നതിന് എൻലാർജ്ഡ് എന്നാണ് പറയാൻ. ഒന്ന് വേഗം പറഞ്ഞ, ചെറുതിനെ വലുതാക്കുന്നതിന് എൻലാർജ്ഡ് എന്നും വലുതിനെ ചെറുതാക്കുന്നതിന് ഡിമിനിഷ്ഡ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായി. ക്യാരക്ടേഴ്സ് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇത് മനസ്സിലായി സാറേ, ഓക്കെ, ഇത് കുറച്ച് തന്നെ പഠിക്കും. ഓക്കെ, ഇതെന്താ ഡിമിനിഷ്ഡ്, എന്തുകൊണ്ടാ, കാരണം ഇവിടെ വലിയ സാധനങ്ങളെ ചെറുതായിട്ട് കാണുന്നത്, അപ്പൊ ഇത്രയും പഠിക്കുന്നതോടുകൂടി യെസ് നമ്മൾ എന്ത് പഠിച്ചു, കോൺകേവ് ലെൻസിന്റെ കോൺവെക്സിന്റെയും പഠിച്ചു, കോൺകേവിന്റെയും എന്ത് പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? യെസ്, ഞാൻ കണ്ടു, ഗുരുജി ചതിച്ചു. ഓക്കെ, ഗുരുജിയുടെ കോൺവെക്സ് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇതല്ല ക്ലാസ് ശ്രദ്ധിക്കുന്നത്, ഞാൻ നോക്കിയത് നിങ്ങളെ, ശരിക്കും ഇത് കോൺകേവ്, കാരണം കോൺകേവ് അല്ലേ നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ കോൺകേവ് ലെൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്, കാരണം കോൺകേവ് ആണല്ലോ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോറി, അത് ഗുരുജിക്ക് എന്തോ തെറ്റ് പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കോൺകേവ് ലെൻസിന്റെ എല്ലാ വിശേഷങ്ങളും, കോൺകേവ് ലെൻസിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഡൈവേർജിങ് ലെൻസ് എന്നാണ്. പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് മനസ്സിലായി. ഓക്കെ, എക്സാമ്പിളും എല്ലാവർക്കും സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മളെ കോൺകേവ് ലെൻസിന്റെയും കോൺവെക്സ് ലെൻസിന്റെ എല്ലാം പഠിച്ചു കഴിഞ്ഞാലേ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഗൈസ് കമ്പാരിസൺ ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താണ് കോൺകേവ് ലെൻസിന്റെയും കോൺവെക്സ് ലെൻസിന്റെയും പഠിച്ച കാര്യങ്ങൾ ടാബിൾ ആക്കി വെക്കുക, അതിനാണ് കമ്പാരിസൺ എന്ന് പറയാം. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കമ്പാരിസൺ നടത്താം. കമ്പാരിസൺ എവിടെ പോയി, പിടിച്ചോ, കമ്പാരിസൺ ഇവിടെ വന്നു. കമ്പാരിസൺ ഓഫ് കോൺവെക്സ് ആൻഡ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെയും കോൺവെക്സ് ലെൻസിന്റെയും പ്രത്യേകതകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകാൻ, കമ്പയർ ചെയ്യാൻ വേണ്ടി പോകാൻ. അപ്പൊ കമ്പയർ ചെയ്താലോ, ഒന്നിതാ പ്രോപ്പർട്ടി ഒന്നുമില്ല, പേര് ഏതാ, നമ്മളെ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്, ഇത് കോൺകേവ് ലെൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. അതിന്റെ നേച്ചർ ഓഫ് ദി ലെൻസിന്റെ പ്രത്യേകത എന്താ, ഒന്നുമില്ല, ഈ ലെൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അതിന്റെ നേച്ചർ ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അതെന്ത് ചെയ്യും, കൺവെർജ് ചെയ്യുന്ന ഒരു ലെൻസ് ആണ്. അപ്പൊ അതിന്റെ നേച്ചർ ഓഫ് ദി ലെൻസ് എന്ന് പറഞ്ഞാൽ കൺവെർജിങ് ലെൻസ് ആണ്. ഇനി കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അതെന്ത് ചെയ്യാൻ, തട്ടിയിട്ട് തെറിപ്പിക്കുന്ന ആളാണ്. അപ്പൊ അതിനെ ഡൈവേർജിങ് ലെൻസ് എന്നാണ് വിളിക്കാൻ. ഇതെല്ലാം നമുക്ക് അറിയുന്ന പോയിന്റ്. ഇനി ഇതിന്റെ ഷേപ്പ് നമുക്കറിയാം, മറ്റേ കോൺവെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സാധനമാണ് നമ്മൾ മനസ്സിൽ വരാന്. അപ്പോ തട്ടക്ക് മെലിഞ്ഞിട്ട് നടുക്ക് തടിച്ചിട്ട്. ഇനി കോൺകേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനമാണ്. കോൺകേവ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സാധനമാണ് വരാന്. ഇതാണ് നമ്മളെ കോൺകേവ്, തട്ടക്ക് തടിച്ചിട്ട് നടുക്ക് മെലിഞ്ഞിട്ട് അല്ലേ. അപ്പൊ ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ള തിക്കർ അറ്റ് ദ സെന്റർ, തിന്നർ അറ്റ് ദ എഡ്ജസ്. പിന്നെ ഇത് തിന്നർ അറ്റ് ദ സെന്റർ ആൻഡ് തിക്കർ അറ്റ് ദ എഡ്ജസ്. രണ്ട് മനസ്സിലായി. എക്സാമ്പിൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല നേരത്തെ. എക്സാമ്പിൾസ് എന്തായാലും എല്ലാവർക്കും ഓർത്തിരുന്നേ പറ്റൂ, എല്ലാവരും ഓർത്ത് വെച്ചേ പറ്റൂ. ഓക്കെ, അപ്പൊ എന്തെല്ലാം എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്, ഒന്ന് പറഞ്ഞാൽ നമ്മളെ കോൺവെക്സ് ലെൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ക്യാമറ. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ക്യാമറയിൽ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ തന്നെ, അതൊരു കോൺവെക്സ് ലെൻസിന് എക്സാമ്പിൾ ആണ്. ഹ്യൂമൻ ഐ, നമ്മളെ കണ്ണ് ഒരു കോൺവെക്സ് ലെൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി കോൺകേവ് ലെൻസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ്. ഓക്കെ, ഈ ലൈറ്റ് എല്ലാം ഏതിന് വരുന്നതാണ്, കോൺകേവ് ലെൻസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നേരെ എന്തിലേക്ക് പോവാം, കോൺകേവ് അതല്ല സോറി ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പൊ നമ്മൾ കമ്പാരിസണിൽ എല്ലാവർക്കും സെറ്റ് ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ നമുക്ക് പോവാൻ അടുത്ത ഫോർമേഷൻ ഓഫ് ലെൻസ്. എങ്ങനെയാണ് ലെൻസിന് ഉണ്ടാക്കാൻ. ഇപ്പൊ എന്തായാലും ലെൻസിനെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ആൾക്കാർ മനസ്സിൽ തോന്നാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്, സാർ എങ്ങനെയാണ് ലെൻസ് ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഗൈസ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ ലെൻസിന് ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്, 2 സ്പിരിക്കൽ സർഫസ് എടുക്കുക, അല്ലെങ്കിൽ 2 സ്പിരിക്കൽ ബോൾസ് എടുക്കുക, മറ്റേ ഗ്ലാസ് എല്ലാം കൊണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിനെ രണ്ട് സ്പിരിക്കൽ സർഫസിന് എടുത്തിട്ട് 2 സ്പിയറിന് എടുത്തിട്ട് എന്ത് ചെയ്യാൻ അറിയുമോ നിങ്ങൾ, ഒരു ഗ്ലാസ് ആയിട്ടുള്ള 2 ഗ്ലാസ് ഇപ്പോൾ ഈ പെണ്ണ് വരുന്നില്ലല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഒടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ആക്കിയാൽ തരും. ഒന്ന് അയ്യോ ഓക്കെ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ട്, നമ്മൾ ഫോർമേഷൻ ഓഫ് ലെൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫോർമേഷൻ ഓഫ് ലെൻസ് നോക്കിയാലോ. അപ്പൊ എങ്ങനെയാണ് ലെൻസിനെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ, ആദ്യത്തെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2 ഗ്ലാസ് ബോൾസ്, 2 ഗ്ലാസ് സ്പിയർ അല്ലെ 2 സ്പിരിക്കൽ
സർഫസുകൾ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, രണ്ടും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെക്കണം. ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ 2 ഗ്ലാസ്സുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചാണ്ടാ. അപ്പൊ ചേർത്ത് വെച്ചപ്പോൾ സമയത്ത് കണ്ട ഇങ്ങനത്തെ ഒരു ഷേപ്പ് വന്നാണ്ടാ. ഓ അടിപൊളി സംഭവം. ഞാൻ വരച്ചല്ല കേട്ടോ, വരച്ച പോലെ ആക്കിയാണ്ടാ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട. ഇത് ഏത് ഷേപ്പാണ് നമുക്കറിയാം. ഇതാണ് നമ്മളെ ഏത് കോൺവെക്സിന്റെ ഷേപ്പ് അല്ലെ. അപ്പൊ കോൺവെക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? 2 സ്പെരിക്കൽ സർഫസ് എടുക്കുന്നു, അതിനെ ചേർത്ത് വെക്കുന്നു. അപ്പൊ എന്ത് ലെങ്സ് ഉണ്ടാവുന്നു? കോൺവെക്സ് ലെങ്സ് ഉണ്ടാക്കുന്നു. ഇനി ഇതാണ് ഈ ചേർത്തല്ല വെക്കുന്നത്, ഇതിനെ കുറച്ചൊന്ന് വിട്ടുവെക്കുകയാണ്. അപ്പൊ വിട്ടുവെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആടെ ആ വിട്ടുവെക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചിങ്ങനെ മാറ്റി വെച്ച സ്ഥലം നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്യണം. അയ്യോ, അതിനെക്കാട്ടി നല്ലത് ആ വെച്ച സാധനം തന്നെ അല്ലേ. ഓക്കെ ഓക്കെ, കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോഴാണ് നമ്മൾ എന്ത് ഉണ്ടാവുന്നത്? കോൺകേവ്. അപ്പോൾ ഇത് രണ്ടും വേണമെങ്കിൽ ഞാൻ ഹെഡിങ് ഇടുക വെച്ചാൽ കണ്ട. കോൺവെക്സ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. 2 ആൾക്കാർ ഓവർലാപ്പ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് വിട്ടിട്ടാണെങ്കിൽ നമ്മൾ ഏതുണ്ടാവുന്നു? കോൺകേവ് ലെങ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 2 മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നേരെ 2 മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് 2 എടുത്ത് നോക്കിയാലും, 2 ലെൻസ് എടുത്ത് നോക്കിയാലും ഇപ്പൊ 2 ഇതിപ്പോ നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഏതല്ലേ, ഇതിങ്ങനെ ഇടക്കിടക്ക് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ. ഫോർമേഷൻ ഓഫ് ലെങ്സ് ആയിരുന്നു നമ്മൾ എത്തിച്ചത് അല്ലേ. ഓക്കെ, അപ്പൊ ഫോർമേഷൻ ഓഫ് ലെങ്സ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ഇത് 2 ആണെങ്കിലും, അതായത് ഇത് കോൺവെക്സ് ആണ്, ഇത് കോൺകേവ് ആണ്. 2-നാണെങ്കിലും എത്ര സ്പിരിക്കൽ സർഫസ് ഉണ്ട്? 2 സ്പിരിക്കലിന്റെ, അതായത് 2 സ്പിയറിന്റെ സർഫസ് വരുന്നുണ്ട്. ഇവിടെ ഒരു സ്പിയറിന്റെ സർഫസ്. ഓക്കെ, ഇത് ഒരു സ്പിയറിന്റെ സർഫസ്, ഇത് മറ്റൊരു സ്പിയറിന്റെ സർഫസ്. ഓക്കെ, അപ്പൊ 2-ലാണെങ്കിലും ഈ കേസിൽ 2 സ്പിരിക്കൽ സർഫസ് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നോക്കിയാട്ടെ, ഈ സ്പിയറിന്റെ സർഫസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഈ സ്പിയറിന്റെയും എന്ത് വരുന്നുണ്ട്? സർഫസ് ആട വരുന്നുണ്ട് അല്ലെ. അപ്പൊ 2 അടുത്തും എന്ത് ചെയ്യുന്നുണ്ട്? സ്പിരിക്കൽ സർഫസുകൾ വരുന്നുണ്ട്. ഇവിടെയും സ്പിരിക്കൽ സർഫസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി? ഈ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലായി. ഈച്ച് ലെങ്സ്, ഏത് ലെങ്സിനാണെങ്കിലും അവിടെ 2 സ്പിരിക്കൽ സർഫസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി എന്താണ് ലെൻസിന്റെ ഉള്ളിൽ നടക്കുന്നത്? ഇപ്പൊ ലെങ്സ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് മനസ്സിലായില്ലേ? 2 ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കോൺവെക്സ് ലെങ്സ്, കോൺകേവ് ലെങ്സ് അല്ലെ. ഇനി ഇതിന്റെ ഉള്ളിൽ എന്താ നടക്കാൻ? എന്താണ് മക്കളെ ഇതിന്റെ ഉള്ളിൽ നടക്കാൻ? ഇതിന്റെ ഉള്ളിൽ റിഫ്രാക്ഷൻ ആണ് നടക്കാൻ. അതുകൊണ്ടല്ലേ സാർ നേരത്തെ എന്ത് പറഞ്ഞാൽ റിഫ്രാക്ഷൻ പറഞ്ഞല്ലേ. അതാണ്. അപ്പൊ എന്താണ് ഒരു ലെൻസിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയണം, when light passes through them. ഒരു ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, ഒരു ലെൻസിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത്, ലെൻസിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ബെൻഡ് ആവും, അങ്ങോട്ടാ മറ്റേ ഇത് ഇങ്ങോട്ടേക്ക് ബെൻഡ് ആവും. കണ്ടോ, ഇത് കൺവെർജിങ് ലെൻസ് അല്ലേ. ഇനി ഇതിലോട്ടാണെങ്കിലോ തട്ടിയിട്ട് അങ്ങോട്ടേക്ക് ബെൻഡ് ആവും. ബെൻഡ് അല്ലേ ആവുന്നത്? ബെൻഡ് ആവുന്നതിന് നമ്മൾ എന്താ പറയാൻ? റിഫ്രാക്ഷൻ അല്ലേ പറയാന്. അപ്പൊ നമ്മുടെ ലെൻസിൽ എന്താ സംഭവിക്കുന്നത്? ലെൻസിൽ റിഫ്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കാരണം നമുക്കറിയാം ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. വന്ന് തട്ടിയാൽ ഇങ്ങോട്ടേക്കാണ് പോവാന്, ഇങ്ങോട്ടേക്ക് വന്ന് തട്ടിയാൽ ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ലൈറ്റ് എന്താ ചെയ്യുന്നത്? ബെൻഡ് ആണ് ചെയ്യുന്നത്. ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതിന് റിഫ്രാക്ഷൻ എന്നാണ് പറയാന്. ഇനി ഈ കേസിലാണെങ്കിലും അങ്ങനെ തന്നെ, വന്ന് തട്ടുന്നു, കോൺകേവ് അല്ലേ, ഡൈവേർജ് ചെയ്യുന്നു, തട്ടുന്നു, ഡൈവേർജ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ലൈറ്റ് ബെൻഡ് ആണ് ചെയ്യുന്നത്. ബെൻഡ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാൻ? റിഫ്രാക്ഷൻ ആണ് പറയാൻ. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മനസ്സിലായി? 2 സ്പിരിക്കൽ സർഫസ്. ഇത് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സർക്കുലർ സർഫസ് ആണോ സ്പിരിക്കൽ സർഫസ് ആണ്? ആൻസർ സ്പിരിക്കൽ സർഫസുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെന്താ? ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? ലെൻസിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിക്കാം. 1 വേർഡിന് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ലെൻസിന്റെ ഉള്ളിൽ നടക്കുന്നത് റിഫ്രാക്ഷൻ ആണ്, മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഫോർമേഷൻ ഓഫ് ലെൻസ് ഇനി ബേസിക് ടേംസ് റിലേറ്റഡ് ടു ലെൻസ്. ലെൻസുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേമുകളെ കുറിച്ച്, ടെർമിനോളജിനെ കുറിച്ച് നമുക്ക് അറിയണം. ലെൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചില ബേസിക് ടേംസുകൾ. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ എന്തെല്ലാം പറയാൻ? കാറിനുമായിട്ട് ഒരു കാർ എടുക്കാം. കാറിനായിട്ട് നമുക്ക് ബേസ് ചെയ്തിട്ട് എന്തെല്ലാം ടേംസ് അറിയാം? സ്റ്റിയറിംഗ് അറിയാം അല്ലേ, കാറിന് സ്റ്റിയറിംഗ് ഉണ്ടാവും. പിന്നെ മറ്റേ ക്ലച്ച്, ബ്രേക്ക്, പിന്നെ എന്താ ഗിയർ, ഇങ്ങനത്തെ എല്ലാം കാറിനുമായിട്ട് ബേസ് ചെയ്ത്, അല്ലെങ്കിൽ കാറിനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ്, ടെർമിനോളജി അല്ലെങ്കിൽ ടേംസ് എല്ലാം ഇതെല്ലാം. എന്താ ഈ ക്ലച്ച്, ബ്രേക്ക്, അതെല്ലാം. ഓക്കെ, എന്നാൽ നമ്മളെ ലെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ബേസിക് ടേംസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പേരുകൾ നോക്കിയത്. ഇപ്പൊ എന്തായാലും അത് പറയുന്നതിന് മുന്നേ നമ്മളിവിടെ ഒരു കോൺകേവ് ലെൻസ് ഇവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കോൺവെക്സ് ലെൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിനാ വേഗം പറയാൻ വേണ്ടിയിട്ടാണ് ഏതെല്ലാം ടേംസ്. ഓക്കെ, ആദ്യം നമുക്ക് ടേം നോക്കാം. ആദ്യത്തെ ടേം ആണ് ഒപ്റ്റിക് സെന്റർ. ഒന്ന് പറഞ്ഞ എന്താ പേര്? ആദ്യം നമുക്കറിയാം, പേരുകൾ ആദ്യമായി കേൾക്കുന്നതായിരിക്കാം. അങ്ങനെയാണ് എന്ത് ചെയ്യണം? പേരുകൾ എൻ്റെ കൂടെ തന്നെ പറഞ്ഞ് സെറ്റ് ആക്കണം അല്ലേ. അല്ലെങ്കിൽ മറന്നു പോടാ, സാധാരണ മനുഷ്യന്മാരല്ലേ, എല്ലാവർക്കും മറന്നു പോകാൻ ചാൻസ് ഉണ്ടാവും. ആ കാര്യത്തിലൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമ്മളെ ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണല്ലേ? എടാ ഈ ലെൻസ് എടുത്തേ, ഇത് ഇത് കോൺകേവ് അല്ലേ, ഇതാരാ? കോൺവെക്സ്. ഈ കോൺകേവിന്റെ നടുഭാഗം ഉണ്ടാവില്ലേ, നടുഭാഗം. ഓക്കെ,
കോൺവെക്സിന് നടുഭാഗം ഉണ്ടാവില്ല, നടുഭാഗം. ഈ നടുവിലുള്ള ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ നമ്മള് ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസിന്റെ നടുഭാഗം കോൺവെക്സ് ലെൻസിന്റെ നടുഭാഗം. അപ്പൊ നമുക്ക് അത് കാണിച്ചാലോ? ഓക്കെ, ഇതിവിടെ കാണിക്കാം. എന്താ കണ്ട, ആ ചോപ്പ് പോയിട്ട് കണ്ട ഇതാണ് നമ്മളെ ഒപ്റ്റിക് സെന്റർ. നടുഭാഗമായിട്ട് വരുന്ന സാധനമാണ് ഒപ്റ്റിക് സെന്റർ. അപ്പോൾ ഒപ്റ്റിക് സെന്റർ എല്ലാവർക്കും മനസ്സിലല്ലേ? എടാ ഒപ്റ്റിക് സെന്റർ മനസ്സിലായ ആൾക്കാർ എന്ത് ചെയ്യാം? വേഗം ഒരു തംസപ്പെടുക, കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അണക്ക് തിരിയണം. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക് സെന്റർ കഴിഞ്ഞു. അപ്പോൾ ബേസിക് ടേംസ് റിലേറ്റഡ് ടു ലെൻസിൽ ആദ്യത്തായിട്ട് നമ്മൾ പറഞ്ഞ ഒരു ബേസിക് ടേം ആണ് ഒപ്റ്റിക് സെന്റർ. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്ത് ഒപ്റ്റിക് സെന്റർ കിടിലം പോലെ മനസ്സിലായി. ഇനി രണ്ടാമത്തെ ആളാരാ? രണ്ടാമത്തെ ഒപ്റ്റിക് ആക്സിസ്. ഒപ്റ്റിക് ആക്സിസ് എന്താ? ഒപ്റ്റിക് ആക്സിസ് അല്ലേ? ഒന്നുമില്ലടാ, നമ്മൾ ഈ ഒപ്റ്റിക് സെന്റർ ഇല്ലേ, നമ്മൾ ഒപ്റ്റിക് സെന്റർ ഇല്ലേ ഇടല്ലേ, നമ്മൾ ഈ ഒപ്റ്റിക് സെന്ററിന്റെ നടുക്കൂട്ട ഇതല്ലേ നമ്മൾ ഒപ്റ്റിക് സെന്റർ. ഈ ഒപ്റ്റിക് സെന്ററിന്റെ ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ഒരു ലൈൻ വരക്കാൻ, ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു വെച്ചാൽ അതിനെയാണ് നമ്മൾ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ മറന്നു വേണ്ട, എന്താ ഒപ്റ്റിക് ആക്സിസ് മനസ്സിലായില്ലേ? ഒപ്റ്റിക് സെന്ററിലൂടെ വരയ്ക്കുന്ന ലൈന്, സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുന്ന ഒരു ലൈനെയാണ് നമ്മൾ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ഒപ്റ്റിക് സെന്ററിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുന്ന ലൈനാണ് നമ്മളെ ഒപ്റ്റിക് ആക്സിസ്. അപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് അതിനെക്കാട്ടി അടിപൊളി വെച്ച് ഇവരെ വരച്ച് കാണിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ഒപ്റ്റിക് ആക്സിസ് മനസ്സിലായി. ഇതാ കണ്ടോ, നല്ല അടിപൊളി ലൈൻ വന്നുണ്ട്. സെറ്റ് ആയിട്ടുള്ള ലൈനാണ്, അതാണ് നമ്മളെ ഒപ്റ്റിക് ആക്സിസ്. ഇതാണ് ഒപ്റ്റിക് ആക്സിസ്, ഇതാണ് നമ്മളെ ഒപ്റ്റിക് ആക്സിസ്. അപ്പോൾ എല്ലാവർക്കും ഒപ്റ്റിക് ആക്സിസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ആരാ? മൂന്നാമത്തെ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ എന്താ? സെന്റർ ഓഫ് കർവേച്ചർ അല്ലേ? എടാ ടെൻഷൻ ഒന്നും അടിക്കുക, ഞാൻ ഇപ്പൊ കാണിച്ചത് നിങ്ങൾക്ക്. എടാ നമ്മൾ നേരത്തെ ഫോർമേഷൻ ഓഫ് ലെൻസ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് എങ്ങനെ ഉണ്ടാക്കിയത്? ഇതേപോലത്തെ ഒരു സ്പിയർ ഇവിടെയും എടപ്പോളി ഇവിടെയും പിന്നെ ഇതേപോലത്തെ ഒരു സ്പിയർ ഇവിടെ ഒരു സ്പിയർ ഉണ്ടാക്കിയില്ലനാ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ എന്തുണ്ടാക്കിയത്? നമ്മളെ കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കിയത്. ഇനി കോൺകേവ് ആണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇതാ ഇങ്ങനെ പുറത്തൂട്ട ഒരു ഇത് വരക്കാൻ, അതേപോലെ തന്നെ ഇവിടെയും പുറത്തൂട്ട ഒരു ഇത് വരക്കാൻ അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ കോൺവെക്സ് കേവ് ഇങ്ങനെ ഉണ്ടാക്കിയ? എനിക്കറിയാം, ഞാൻ വരക്കാൻ അത്ര കേമനല്ല, അതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവാൻ. ഓക്കെ, അപ്പൊ ഇതാ ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു സ്പിയറിന് ഒരു നടുഭാഗം ഉണ്ടാവില്ല, ഈ ഒരു സ്പിയറിന് ഒരു നടുഭാഗം ഉണ്ടാവും, ഈ ഒരു സ്പിയറിന് ഒരു നടുഭാഗം ഉണ്ടാവും. അതേപോലെ തന്നെ ഇതാ ഇവിടെ ഉണ്ടായ ഈ സ്പിയറിന് ഒരു നടുഭാഗം ഉണ്ടാവും, ഈ സ്പിയറിന് ഈ ഒരു വട്ടത്തിന് ഒരു നടുഭാഗം ഉണ്ടാവും. ഈ നടുഭാഗത്തിനെ എല്ലാം വിളിക്കുന്നത് ഇത് സെന്റർ ഓഫ് കർവേച്ചർ, ഇതും സെന്റർ ഓഫ് കർവേച്ചർ, ഇതും സെന്റർ ഓഫ് കർവേച്ചർ, ഇതും സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നുമില്ല, നമ്മുടെ സ്പിയറിലെ നമുക്കറിയാം രണ്ട് സ്പിരിക്കൽ സർഫസ് ഉപയോഗിച്ചിട്ടല്ലേ ഇത് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ ആ സ്പിരിക്കൽ സർഫസിന്റെ നടുഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം മനസ്സിലായല്ലേ? നമ്മളെ ഫിഗർ രസമില്ല, അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അടിപൊളി ഫിഗർ ഇവരോട് ചെയ്യേണ്ട സെന്റർ ഓഫ് കർവേച്ചർ കണ്ട മഞ്ഞയിൽ കാണുന്ന വർക്കിലെ സെന്റർ ഓഫ് കർവേച്ചർ, അതായത് ഇങ്ങനത്തെ ഒരു സ്പിയർ ഉപയോഗിച്ചിട്ടാൻ ഓക്കെ, ഇവിടെ നടുഭാഗം, നടുഭാഗത്തിനെ വിളിക്കുന്ന പേര് സെന്റർ ഓഫ് കർവേച്ചർ, വീണ്ടും നടുഭാഗത്തിനെ വിളിക്കുന്ന പേര് സെന്റർ ഓഫ് കർവേച്ചർ. അപ്പൊ എന്ത് മനസ്സിലായി? സെന്റർ ഓഫ് കർവേച്ചർ എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ മൂന്നാമത്തെ ആൾ. അപ്പൊ എന്തെല്ലാം പഠിച്ചതിന്? ഒപ്റ്റിക് സെന്റർ മനസ്സിലായി. ഏതാ? ലെൻസിന്റെ നടുഭാഗത്തിനാ ഒപ്റ്റിക് സെന്റർ എന്ന് വിളിക്കാൻ. ആ നടുഭാഗത്തൂടെ പോകുന്ന ലൈനാ ഒപ്റ്റിക് ആക്സിസ് എന്നാണ് വിളിക്കാൻ. ഏതൊരു ലെൻസ് ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് സ്പിരിക്കൽ സർഫസ് ആണ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിങ്ങനെ വരക്കുന്നു. അതിന്റെ സ്പിയറിന്റെ നടുഭാഗത്തിന് എന്ത് വിളിക്കുന്നു? സെന്റർ ഓഫ് കർവേച്ചർ. ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും അല്ലെ? നാലാമത്തെ ആളാണ്. എടാ നാലാമത്തെ ചെങ്ങായിന്റെ പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഒന്ന് പറഞ്ഞേ, സംഭവം കേൾക്കുമ്പോൾ തന്നെ ഒരു കന ഉണ്ടല്ലേ? പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ എല്ലാവർക്കും സ്കൂളിലെല്ലാം ഉണ്ടല്ലേ? അത് വേറത്, ഇത് വേറത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ്? ടെൻഷൻ അടിക്കണ്ട, നമുക്കറിയാം ഇത് നമ്മളെ ഡൈവർജിങ് ലെൻസ് അല്ലേ? നമ്മൾ ഡൈവർജിങ് ലെൻസ് ഇല്ലടാ, ഇത് നമ്മളെ കോൺകേവ് അല്ലേ? എന്താ കോൺകേവിലോട്ട് ലൈറ്റ് വന്ന് അടിച്ചാൽ എന്താ സംഭവിക്കാനേ? തട്ടിത്തെറിച്ചു പോകും അല്ലേ? ഇവിടെ വന്ന് അടിച്ചാൽ എന്തായി പോകും? തട്ടിത്തെറിച്ചു പോകും. ഇനി മറ്റേ കോൺവെക്സിലാണെങ്കിലോ വന്ന് ലൈറ്റ് അടിച്ചാൽ എന്ത് ചെയ്യും? അതൊരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യില്ല അല്ലെ? ഒരു പോയിന്റിലേക്ക് അത് വന്നിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ ആണെങ്കിലും വന്ന് തട്ടുന്ന ഒരു പോയിന്റിലേക്ക്. ഈ പോയിന്റില്ലേ, ഇത് വന്നിട്ട് ഈ രണ്ട് പോയിന്റ് അല്ലെ രണ്ട് ലൈനും അല്ലെങ്കിൽ മൂന്ന് ലൈൻ, ഇവിടെ വന്നിട്ടുള്ള ലൈൻ ആണെങ്കിലും അവിടെ തന്നെ വരാൻ, ഇവിടെ ഉള്ള ലൈൻ ആണെങ്കിലും അവിടെ തന്നെ വരാൻ, എല്ലാ ലൈനും എല്ലാ റേ ഓഫ് ലൈറ്റും വന്ന് കൺവെർജ് ചെയ്യപ്പെടുന്ന ആ പോയിന്റ് ഇല്ലേ, കൺവെർജ് ചെയ്യപ്പെടുന്ന ആ പോയിന്റ്, അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഇനി ഇവിടുത്തെ ആണെങ്കിലോ, ഇവിടെ ഇങ്ങനെ തട്ടിയിട്ട് തെറിച്ചല്ലേ പോന്നെ, ഇവിടെ എവിടെയെങ്കിലും വന്ന് കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ബാക്കോട്ടേക്ക് വരച്ച് നോക്കണം. കൂട്ടിമുട്ടും. ഇവിടെ കൂട്ടിമുട്ടല്ലോ, ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട് കേട്ടാ, ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. കാരണം ഇത് മുന്നോട്ടേക്ക് പോയാൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? കൂട്ടിമുട്ടുന്നില്ല. കൂട്ടിമുട്ടുന്ന സ്ഥലത്തല്ലേ ഫോക്കസ് എന്ന് പറയാൻ പറ്റുമല്ലേ? അപ്പൊ നമ്മൾ കൂട്ടിമുട്ടിച്ച് ബാക്കോട്ടേക്ക് വരച്ചിട്ട് കൂട്ടിമുട്ടിച്ച്. എന്തുകൊണ്ട് ഇപ്പുറത്തെ ഭാഗത്ത് കാണിച്ചില്ല എന്ന് ചോദിച്ചാൽ അങ്ങോട്ടേക്ക് പോയാൽ എന്ത് ചെയ്യുന്നില്ല? അത് കൂട്ടിമുട്ടുന്നില്ല. അപ്പൊ ഞാൻ ബാക്കോട്ടേക്ക് എടുത്തിട്ട് കൂട്ടിമുട്ടിച്ചു.
ഈ ഒരു പോയിന്റ് ആണ് നമ്മളെ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ ഇതാണ് നമ്മളെ ആരെ പ്രിൻസിപ്പൽ ഫോക്കസ്, കോൺകേവിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇതാണ് നമ്മളെ കോൺവെക്സിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഞാൻ നമുക്ക് ലോക്കലായിട്ട് വരച്ച് കാണിച്ചാൽ ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഗർ വന്നിട്ട് ഇതാ വന്ന് തട്ടുന്നു. ഈ ഒരു പച്ച പോയിന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പച്ച പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അതേ സാധനം തന്നെ ഞാൻ ഇപ്പുറത്തെ ഭാഗത്തും വരച്ച് വെച്ചിട്ടുണ്ട്, അതും പ്രിൻസിപ്പൽ ഫോക്കസ് തന്നെയാണ്. പിന്നെ അത് എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പുറത്തെ ഭാഗത്ത് പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്. ഓക്കെ, വന്ന് തട്ടുന്നു, തെറിച്ചു പോകുന്നു, അതിനെ ഇങ്ങോട്ടേക്ക് വരക്കുന്നു, ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തും ഇതേ ദൂരം തന്നെ, ഇവിടെ നിന്ന് ഇത്ര 5 ആണെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തും ഇവിടുന്ന് ഇങ്ങോട്ട് 5 വരച്ചാൽ അതും പ്രിൻസിപ്പൽ ഫോക്കസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തരാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 5 ആണെങ്കിൽ ഇവിടുന്ന് ഇതേപോലെ 5 ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്താൽ അതിന് നമ്മൾ എന്താ പറയാൻ, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഇതൊരു 10 ആണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു 10 ബാക്കോട്ടും വരച്ചാൽ അതും എന്ത് തന്നെയാണ്, പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. അപ്പൊ 2 പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്, എല്ലാത്തിനും 2 പ്രിൻസിപ്പൽ ഫോക്കസുകൾ ഉണ്ട്. അപ്പൊ എന്തെല്ലാം മനസ്സിലായി, ഒപ്റ്റിക് സെന്റർ കിടിലം പോലെ മനസ്സിലായി, നടുഭാഗം. ഇനി ഒപ്റ്റിക് ആക്സിസ്, ആ നടുഭാഗത്തൂടെ പോകുന്ന ലൈനിനെയാണ് നമ്മൾ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. സെന്റർ ഓഫ് കർവേച്ചർ, മറ്റേ സ്പിയർ വരച്ചിട്ട് നടുക്കുള്ള സാധനം, അതാണ് സെന്റർ ഓഫ് കർവേച്ചർ അല്ലേ. മൂന്നാമത്തെ പ്രിൻസിപ്പൽ ഫോക്കസോ ലൈറ്റ് വന്നിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന പോയിന്റ്, തെറിച്ചോ കൂട്ടിമുട്ടുന്ന ഇവിടെയാണ്, അതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ അങ്ങനെ പ്രിൻസിപ്പൽ ഫോക്കസ് വരെ മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് പഠിക്കണം 5ാമത്താണ് ഫോക്കൽ ലെങ്ത്. ഇത് എന്ത് സിമ്പിൾ ആണ് ഈ ചങ്ങായിയാണ് അതേപോലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് ഒന്നുമില്ല, നമ്മുടെ ഇതില്ലേ, നമ്മുടെ ഒപ്റ്റിക് സെന്റർ മുതൽ ഫോക്കസ് വരെയുള്ള ദൂരം. അപ്പൊ ഇപ്പുറത്ത് കൊടുക്കുക അപ്പുറത്ത് കൊടുക്കുക, രണ്ടാണെങ്കിൽ ടെൻഷൻ ഇല്ല കേട്ടാ. ഒപ്റ്റിക് സെന്റർ മുതൽ ഫോക്കസ് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെയായിരിക്കും അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഒപ്റ്റിക് സെന്റർ മുതൽ ഫോക്കസ് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്താ പറയുക, ഫോക്കൽ ലെങ്ത്. അപ്പൊ ഇടി അതേപോലെ തന്നെ ഇതാ ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഫോക്കൽ ലെങ്ത് അത് ഇത് തന്നെയാണ്, ഇപ്പുറത്തും സെയിം തന്നെയായിരിക്കും വരാൻ. ഇതും ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ ഇതൊരു ഫോക്കൽ ലെങ്ത്, ഇത് വേറെ ഫോക്കൽ ലെങ്ത് സെയിം ആയിരിക്കും. ഓക്കെ, 10 ആയിരിക്കും, 2 ആണെങ്കിൽ 2 ആയിരിക്കും, 3 ആണെങ്കിൽ 3 ആയിരിക്കും, 4 ആണെങ്കിൽ 4 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഫോക്കൽ ലെങ്ത് എന്താ പറയാം, ഫോക്കൽ ലെങ്ത് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒപ്റ്റിക് സെന്റർ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഒപ്റ്റിക് സെന്റർ മുതൽ പ്രിൻസിപ്പൽ ഫോക്കസ് ഉള്ള ദൂരത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് അടിപൊളിയായിട്ട് മനസ്സിലായി. പിന്നെ നമുക്ക് ഫോക്കൽ ലെങ്ത് ഇവർ നല്ല വൃത്തി കാണിച്ചെടുക്കണ്ട, നല്ല അടിപൊളിയായിട്ട് കാണിച്ചാൽ ഫോക്കൽ ലെങ്ത് എന്താണുള്ള, ഫോക്കൽ ലെങ്ത് മനസ്സിലായി. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ? അപ്പൊ എന്തെല്ലാം മനസ്സിലായി, ഒപ്റ്റിക് സെന്റർ അത് കിട്ടില്ല പോലെ മനസ്സിലായി. ഓക്കെ, ഇനി ഒപ്റ്റിക് ആക്സിസ് മനസ്സിലായി, സെന്റർ ഓഫ് കർവേച്ചർ മനസ്സിലായി. ഇനി ഫോക്കൽ ലെങ്ത് മറ്റേ ഒപ്റ്റിക് സെന്റർ മുതൽ ഫോക്കസ് വരെയുള്ള ദൂരം. ഇനി സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ആരറിയും, ഞാൻ ഇപ്പൊ പറഞ്ഞു കേട്ടോ. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ ഒപ്റ്റിക് സെന്റർ മുതൽ മറ്റേ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരം. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് സാർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്റ്റിക് സെന്റർ മുതൽ നമ്മളെ സെന്റർ ഓഫ് കർവേച്ചർ, ഒപ്റ്റിക് സെന്റർ മുതൽ സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇടിയുണ്ട്, ഇപ്പുറത്തെ ഭാഗത്തും ഉണ്ട്. ഇപ്പൊ നോക്കിയിട്ട് മഞ്ഞവരെ ഇടിയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്നും ഇവിടം വരെ, ഇതാണ് നമ്മളെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അത് ഏതെല്ലാം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒപ്റ്റിക് സെന്റർ ടു ദ സെന്റർ ഓഫ് കർവേച്ചർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ മനസ്സിലായി. അപ്പൊ ഇനി അടുത്തതായിട്ട് എന്താ പറയാനുള്ളത് നോക്കിയാലോ. അടുത്തായിട്ട് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സാധനമാണ്, അതുപോലെ അതിവിടെ വരച്ച് വെച്ചിട്ട് പച്ച കൊണ്ടാണ് മാർക്ക് ചെയ്തത്, നല്ല അടിപൊളിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവർ ടേംസ് റിലേറ്റഡ് ടു ലെങ്സിൽ അവസാനത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് മക്കളെ അപ്പർച്ചർ എന്ന് പറയുന്നത്. എന്താണ് അപ്പർച്ചർ? ശരിക്കും പറഞ്ഞാൽ അപ്പർച്ചർ കുഞ്ഞി തോട്ട അല്ലെങ്കിൽ കുഞ്ഞി ഹോൾ എന്നല്ല നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പർച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സാധനം കണ്ട, ഈ ലെങ്സ് കണ്ട, ഈ ലെങ്സ് ഇവിടെ പോയി ഓക്കെ, ഈ ലെങ്സ് കണ്ട, ഇവിടെ നമുക്ക് ഈ ലെങ്സ് ശരിക്കും ഈ നമ്മളിതിങ്ങനെ വരക്കുമ്പോൾ ഇങ്ങനെ കാണുന്നതും സത്യം പറഞ്ഞാൽ മുന്നിലൂട്ട് കാണുമ്പോൾ ഇതൊരു വട്ടം പോലെ ഉണ്ടാവാൻ കേട്ടാ, ഒരു വട്ടം പോലെയാണ് ഉണ്ടാവും. ഞാൻ കാണിച്ചതാ. ഇപ്പൊ ഈ സംഭവം ഇങ്ങനെ സൈഡിലൂട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അല്ലെങ്കിൽ കാണുമ്പോൾ എല്ലാം ഒരു വട്ടം പോലെ മാതിരി തന്നെ ഉണ്ടാവില്ല, ഇത് ഇങ്ങനെ ഉണ്ടാവാൻ. ഈ സാധനവും ഈ സൈഡ് വ്യൂ ആണ് ഇത്, ശരിക്കും അതും വട്ടം ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാവുന്നത് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് എന്ത് ചെയ്യണം, അയ്യോ ഗൈസ് ഒറ്റ ഇടത്തി ഇതാ ഇടത്തി നമ്മള് ചെറുത്തില്ല ഡിസ്കോ ഓക്കെ അതാ. അപ്പൊ ഈ ഒരു സാധനത്തിന് സെന്റർ വ്യൂ, ഇതൊരു സൈഡ് വ്യൂ ആണ്, സെന്റർ ആയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാൻ. അപ്പൊ ഇതിന്റെ ഉള്ളിലൂട്ട് എത്രത്തോളം ഇതിന്റെ സ്പേസ് ഉണ്ടാവും അല്ലെ, ഇതിലൂട്ട് എത്ര
ഈ ഒരു സാധനം ഈ ഒരു ലെങ്സ് ഞാനിങ്ങനെ നടുക്ക് വെച്ച് വിചാരിക്കാൻ. അപ്പൊ ഈ ഒരു ഷേപ്പ് ഉണ്ടാകും. പക്ഷേ ഇതിന്റെ തറ്റ ഭാഗം ഈ ഭാഗം കുറച്ച് തടി, ഇവിടെ എല്ലാം കുറെ തടിയും ഉണ്ടാവും, ഇവിടെയും തടി ഉണ്ടാവും, നടുക്കുള്ള ഭാഗം ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകും. അപ്പൊ അതാണ് നമ്മളെ കോൺകേവ് ലെങ്സ്. ഇനി ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകും, ഈ ഭാഗവും നല്ല മെലിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകും, നടുഭാഗം നല്ല തടിച്ചിട്ടായിരിക്കും ഉണ്ടാകും. ഇതാണ് കോൺവെക്സ് ലെങ്സ്. ഇത് കണ്ട ഇവിടെ ഒരു ഏരിയ ഇല്ലേ, ഇവിടെ ഒരു ഏരിയ ഉണ്ടല്ലേ, ലൈറ്റിന് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെയും ലൈറ്റിന് ഈ ഏരിയയിലോട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ഈ ഒരു ഏരിയക്ക് വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ എന്ന് പറയാണ്. അപ്പൊ ഇറ്റ് ഈസ് ദ ഏരിയ, ലൈറ്റിന് പാസ് ചെയ്യാൻ പറ്റുന്ന ഏരിയക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അപ്പർച്ചർ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ എന്താ അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന് പോകാൻ പറ്റുന്ന ഏരിയ. അപ്പോൾ ലൈറ്റിന് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്, അതിനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിക് സെന്റർ ഫിനിഷ്, ഒപ്റ്റിക് ആക്സിസ് ഫിനിഷ്, സെന്റർ ഓഫ് കർവേച്ചർ ഫിനിഷ്, പ്രിൻസിപ്പൽ ഫോക്കസ് ഫിനിഷ്, ഫോക്കൽ ലെങ്ത് ഫിനിഷ്, റേഡിയസ് ഓഫ് കർവേച്ചർ ഫിനിഷ്, യെസ്, ആൻഡ് അറ്റ് ലാസ്റ്റ് അപ്പർച്ചർ ഓൾസോ ഫിനിഷ്ഡ്. അപ്പൊ അപ്പർച്ചർ മനസ്സിലായി എന്താ സംഭവം. ഇത് സൈഡ് വ്യൂ ആണ്. ശരിക്കും നോക്കുമ്പോൾ അതൊരു വട്ടം മാതിരി തന്നെയാണ്. എന്തായാലും ആ വട്ടം മാതിരിയുള്ളതിന് ഏരിയ ഉണ്ട്, ആ ഏരിയക്കാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഒരു ഏരിയ ഉണ്ട്, അതിനാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഫിനിഷ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ടേംസ് റിലേറ്റഡ് ലെങ്സിനെ കുറിച്ച് പറയാനുള്ളത് അല്ലേ. അപ്പൊ ഇനി എന്താ പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു SPP ആണ്. എന്താ SPP? നിങ്ങൾക്ക് ഒരു വർക്ക് ആണ്. നമ്മളൊക്കെ അറിയാം, വർക്ക് തന്നാലാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് തരുന്ന വർക്ക് എന്തറിയോ, നമ്മളിപ്പോ ആൾക്കാരെ പറഞ്ഞല്ലേ, ഏതെല്ലേനും ആൾക്കാർ ഒപ്റ്റിക് സെന്റർ, ഒപ്റ്റിക് ആക്സിസ്, ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ്, ഫോക്കൽ ലെങ്ത്, റേഡിയസ് ഓഫ് കർവേച്ചർ, സെന്റർ ഓഫ് കർവേച്ചർ, അപ്പർച്ചർ, ഇതിന്റെ എല്ലാം ഡെഫിനിഷൻ ഇപ്പം ഒരു ഇങ്ങനെ ഒരു ബ്ലിങ്ക് ഓഫ് എ സെക്കൻഡ് ഇതിന്റെ മുന്നിൽ വരും. പോസ് ചെയ്യുക, അതിന്റെ എല്ലാം ഡെഫിനിഷൻ എന്ത് ചെയ്യുക, എഴുതി പഠിച്ച് ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കും, എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ക്ലാസ്സിലേക്ക് കേട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പൊ വന്നിട്ടുണ്ടാവും എൻ്റെ അഭിപ്രായത്തിൽ, ഓരോന്നിന്റെയും ഡെഫിനേഷൻ വന്നിട്ടുണ്ടാവും. ആ ഡെഫിനേഷൻ എന്ത് ചെയ്യാം, ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മക്കളെല്ലാവരും അത് കണ്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിലേക്ക് വരാം. എന്തായാലും ചോദിക്കാതെ ക്ലാസ്സിൽ കയറ്റുന്നതായിരിക്കില്ല. ഓക്കെ.